ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആണ്. നല്ല ഹെയറും നല്ല സ്കിന്നും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല സ്കിന്നും അതുപോലെ തന്നെ നല്ല ഹെയറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം അര മുതൽ 3/4 മണിക്കൂർ വരെ ഒന്ന് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നല്ല സ്കിന്നും നല്ല ഹെയറൊക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലും യാതൊരു കുഴപ്പമില്ല. ഫേസ് പാക്കൊക്കെ ആണെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇത് ഹെയർ കെയർ ഓയിലാണ്. നമ്മുടെ തലമുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ മാറാനും വേണ്ടി, അതായത് താരൻ മാറാനും വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലാണിത്. അപ്പോൾ ഈ ഓയിലെന്ന് പറയുന്നത് നമ്മുടെ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ തന്നെ മുടി വളരാൻ നല്ലതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഓയിൽ നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ്, കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുക. തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞ് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖം ഒന്ന് നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യാം. ഇനി നമ്മൾ സ്കിൻ കെയർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനാദ്യം വേണ്ടത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന സ്ക്രബ്ബർ വാങ്ങിച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെറിയ പഞ്ചസാര പൊടിച്ചും നമുക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പം എവരി യൂത്തിൻ്റെ സ്ക്രബാണ് വാങ്ങിച്ചത്. ഇതിന് 15 രൂപയാണ്. നമുക്ക് 3 പ്രാവശ്യം മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ഈ ഒരു പായ്ക്ക് മതിയായിരിക്കും. സ്ക്രബ് ചെയ്യുന്ന വഴി നമ്മുടെ മുഖത്തിലുള്ള ഡെഡ് സെൽസൊക്കെ റിമൂവ് ആവുന്നതാണ്. ഞാനിപ്പോൾ മുഖത്തും കഴുത്തിലും കൂടിയാണ് സ്ക്രബ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി, അത്രയൊന്നും വേണ്ട, കുറച്ച് മതി. അതിനുശേഷം നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായിട്ട് തേച്ചിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യാം. നമ്മുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ ഡെഡ് സെൽസ് വരുന്നത് മൂക്കിൻ്റെ 2 വശത്തും അതുപോലെ തന്നെ ഈ താടിയിലുമാണ്. അവിടെ നന്നായിട്ട് തേച്ച് നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് സ്ക്രബ് ചെയ്യുന്നത്. സ്ക്രബിംഗ് ഒരു കാരണവശാലും ഡെയിലി ചെയ്യരുത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാകും. കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സ്ക്രബിംഗ് എന്ന് പറയുന്നത് പഞ്ചസാര ഒന്ന് പൊടിച്ച് അതിലേക്ക് കുറച്ച് തേനോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒഴിച്ച് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ചെറിയ തരിയുള്ള അരിപ്പൊടിയും നമുക്ക് മുഖത്ത് തേച്ച് സ്ക്രബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് വഴി നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെൽസൊക്കെ റിമൂവായി നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സ്കിൻ കെയർ ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ദോഷമാണ്. അതുകൊണ്ട് ഡെയിലി അപ്ലൈ ചെയ്യരുത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ സ്ക്രബിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. നമുക്കിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒരിക്കൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് പാക്കിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അതായത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ അടങ്ങിയിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഫേസ് വാഷ് പൗഡറായിട്ടും ഫേസ് പാക്കായിട്ടും ബോഡി വാഷ് പൗഡറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാനിപ്പം മുഖത്ത് മാത്രമല്ല കഴുത്തിലും ദേഹത്തും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് സോപ്പിന് പകരമായിട്ടും നമ്മുടെ ദേഹത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് മുൾട്ടാണി മിട്ടി, റൈസ്, അതുപോലെ തന്നെ മിൽക്ക് പൗഡർ, ഹൈബിസ്കസ് പൗഡർ, അതായത് ചെമ്പരത്തി പൂവിൻ്റെ പൗഡറാണ്.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അതിന് പകരം ഇതുപോലെയുള്ള ഹെർബൽ പൗഡർ ഉപയോഗിച്ച് നമുക്ക് കുളിക്കാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പൊടി അതുപോലെ തന്നെ കടലമാവൊക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അങ്ങനെ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ വേണം കുളിക്കുവാനായിട്ട്. അങ്ങനെ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെയുള്ള ഹെർബൽ ആയിട്ടുള്ള പൗഡർ ഉപയോഗിച്ച് വേണം തേച്ച് കുളിക്കുവാനായിട്ട്. ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് കൈകൊണ്ടാണ്, ബ്രഷ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തും കഴുത്തിലും ദേഹത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് 15 മുതൽ 20 വരെ അല്ലെങ്കിൽ 25 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. സോപ്പിന് പകരമായിട്ടാണ് ഈ ഒരു പാക്ക് നമ്മുടെ ദേഹത്തും അപ്ലൈ ചെയ്യുന്നത്. ഒരു 4-5 മിനിറ്റോളം നമുക്ക് ദേഹത്ത് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം, ചെറിയ രീതിയിൽ മസാജ് പോലെ. ഞാനിപ്പോൾ തലയിൽ ഓയിൽ തേച്ചിട്ടിപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴുകിക്കളയാം. അതിനായിട്ട് ഞാൻ ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. വീര്യം കുറഞ്ഞ ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ താളിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ തലയിൽ തേച്ചിട്ടുള്ള ഓയിൽ നന്നായിട്ട് കഴുകിക്കളയണം. അപ്പോൾ ഞാൻ ചെറിയൊരു പാക്കറ്റ് ഷാമ്പു ആണ് വാങ്ങിച്ചത്. അത് ഞാൻ കപ്പിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരു കാരണവശാലും ഷാമ്പു നമ്മുടെ മുടിയിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ മുടി കഴുകാനായിട്ട് ഒരു കാരണവശാലും ഷാമ്പു ഡയറക്റ്റായിട്ട് നമ്മുടെ മുടിയിലേക്ക് തേച്ച് മുടി കഴുകാൻ പാടില്ല. ഞാൻ ഷാമ്പു ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് തലയിൽ തേക്കുന്നത്. അപ്പോൾ അങ്ങനെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ തേച്ചിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് കഴുകി കളയണം. ഷാമ്പുവിന് പകരം താളിപ്പൊടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ താളിപ്പൊടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഷാമ്പു ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് കഴുകിക്കളഞ്ഞു. അതിനുശേഷം കുളിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ആഴ്ചയിൽ ഒരിക്കലുള്ള ബോഡി കെയർ റുട്ടീന്. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ബോഡിക്ക് നല്ലൊരു കെയർ കൊടുക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ബോഡി കെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരുപാട് വെളുത്ത് തുടുത്തിരിക്കുക എന്നുള്ളതല്ല സ്കിൻ കെയറിൻ്റെ ലക്ഷ്യം. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഇരിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.